നമസ്കാരം. ഇത്തവണ രാജസ്ഥാനിൽ നിന്നാണ് ഹിജാബ് വിവാദം കത്തിക്കയറുന്നത്. രാജസ്ഥാനിലെ BJP MLAയുടെ ഹിജാബിനെ കുറിച്ചുള്ള പരാമർശം ജയ്പൂരിലെ ഒരു സർക്കാർ സ്കൂളിൽ മുസ്ലിം വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തി. പ്രതിഷേധക്കാർ MLAയുടെ പ്രസ്താവനയെ അപലപിക്കുകയും ഹിജാബ് ധരിക്കാനുള്ള തങ്ങളുടെ അവകാശത്തിനു വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്തു. ഹവാമഹൽ MLAയും ഹിന്ദു പുരോഹിതനുമായ ബാബ ബാൽമുകുന്ദ് ആചാര്യയുടെ പരാമർശത്തിൽ ഗംഗാപോളിലെ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ സുഭാഷ് ചൗക്ക് പോലീസ് സ്റ്റേഷന് പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തിയാണ് തങ്ങളുടെ എതിർപ്പ് അറിയിച്ചത്. ജനുവരി 26-ന് സർക്കാർ സ്കൂളിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അതിഥിയായി എത്തിയ ആചാര്യ MLAയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വീഡിയോയിൽ ആചാര്യ സ്കൂളിലെ അധ്യാപകരോട് ചോദിക്കുന്നതാണ് വിവാദമായത്. ഇവരെന്തിനാണ് ഹിജാബ് ധരിക്കുന്നത്? ഈ പെൺകുട്ടികൾ വിവാഹിതരാണോ? ഹിജാബ് ധരിച്ചാൽ നേരാവണ്ണം ശ്വസിക്കാൻ പോലും കഴിയുമോ എന്നൊക്കെ ആചാര്യ ചോദിക്കുന്നത് വീഡിയോയിൽ കാണാം. സ്കൂൾ സന്ദർശന വേളയിൽ ആചാര്യ ഭാരത് മാതാ കി ജയ്, സരസ്വതി മാതാ കി ജയ് എന്നീ മുദ്രാവാക്യങ്ങളും മുഴക്കുന്നുണ്ട്. തുടർന്ന് തനിക്കൊപ്പം ഏറ്റുവിളിക്കാത്ത ചില പെൺകുട്ടികളോട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നും MLA ചോദിക്കുന്നുണ്ട്. പിന്നീട് സ്കൂളിൽ ജയ് ശ്രീറാം മുദ്രാവാക്യം മുഴക്കിയാണ് MLA മടങ്ങുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഹവാമഹൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് കുറഞ്ഞ വോട്ടിന് വിജയിച്ചതിന് ശേഷം ആദ്യമായി MLA ആയ ആചാര്യ മുമ്പും വിവാദ പരാമർശങ്ങളുടെ പേരിൽ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. നേരത്തെ മാംസക്കടകൾ പരിശോധിക്കുന്നതും അനധികൃത അറവുശാലകൾ എന്ന് വിളിക്കുന്നവയ്ക്കെതിരെ നടപടിയെടുക്കാൻ ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നതുമായ പ്രസ്താവനകൾ അദ്ദേഹത്തിൽ നിന്നും വന്നിരുന്നു. ചോട്ടി കാശി എന്നും അറിയപ്പെടുന്ന ജയ്പൂരിനെ കറാച്ചിയാക്കാൻ താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞതും വിവാദമായിരുന്നു. ബാൽമുകുന്ദിന്റെ അഭിപ്രായ പ്രകടനത്തോട് ശക്തമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥിനികൾ ഞങ്ങളുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ MLAക്ക് എന്ത് അഭിപ്രായവും പറയാൻ അവകാശമില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ പഠിക്കാൻ വരുന്നതാണ്, ഞങ്ങൾ പഠിക്കും. ബാബ മാപ്പ് പറയുന്നതുവരെ ഞങ്ങൾ പ്രതിഷേധം അവസാനിപ്പിക്കില്ല. ബാബ ബാൽമുകുന്ദ് എപ്പോഴും മുസ്ലിങ്ങളെ ലക്ഷ്യമിടുകയാണ്. ചിലപ്പോൾ ഇറച്ചിയുടെ പേരിലാണെങ്കിൽ മറ്റു ചിലപ്പോൾ മുസ്ലിങ്ങൾ നടത്തുന്ന കടകൾ എന്നിവയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ ഇതാ ഹിജാബിന് നേരെ തിരിഞ്ഞിരിക്കുന്നു. ഇന്ന് അദ്ദേഹം സ്കൂളിൽ ഹിജാബിനെതിരെ സംസാരിച്ചു. നാളെ സ്കൂളിൽ ഹിജാബ് ധരിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടഞ്ഞേക്കാം. സ്കൂളിലെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ആക്രമണം നടക്കുന്നത്. ഹിജാബ് ധരിക്കുന്നത് ഞങ്ങളുടെ അവകാശമാണ് എന്നൊക്കെയാണ് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരാൾ തങ്ങളുടെ സമരത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. രാജസ്ഥാനിലെ പീതവാസ് ഗ്രാമത്തിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ആക്രമിച്ച് മുഖത്തു തുപ്പി എന്ന ആരോപണം നേരിടുന്നയാളാണ് ബാൽമുകുന്ദ്. സ്കൂളിലെ വിദ്യാർത്ഥിനികളിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണെന്നും അവരുടെ വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്താനാണ് ആചാര്യയുടെ പരാമർശം ലക്ഷ്യമിടുന്നതെന്നും പറഞ്ഞ് ഹിജാബ് സമര അനുകൂലികളും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതേസമയം തൻ്റെ പ്രസ്താവനയിൽ ഉറച്ചു നിന്ന ബാൽമുകുന്ദ് സ്കൂളിൽ എങ്ങനെ വ്യത്യസ്ത ഡ്രസ് കോഡുകൾ സാധ്യമാകുമെന്ന് ചോദിച്ചു. റിപ്പബ്ലിക് ദിന ചടങ്ങുകളിലോ മറ്റ് സർക്കാർ പരിപാടികളിലോ ഇവിടെ 2 തരം ഡ്രസ് കോഡുകൾ ഉണ്ടോ എന്ന് ഞാൻ സ്കൂൾ പ്രിൻസിപ്പലിനോടും മറ്റ് അധ്യാപകരോടും ചോദിച്ചിരുന്നു. അതൊരു സ്വകാര്യ പരിപാടി ആയിരുന്നില്ല. വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊരു വ്യവസ്ഥയില്ലെന്ന് എന്നോട് അധ്യാപകർ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും നാളെ സ്കൂളിൽ വിവിധ നിറങ്ങളിൽ ലഹങ്കയോ ചുരിദാറോ ധരിക്കാൻ അവസരമുണ്ടാകുമോ എന്ന വിചിത്രമായ ചോദ്യമാണ് ബാൽമുകുന്ദ് ഉയർത്തിയത്. സ്കൂൾ ഡ്രസ് കോഡ് നിലവിലുണ്ട്, യൂണിഫോം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് സ്കൂൾ നിയമങ്ങളെക്കുറിച്ച് വഴികാട്ടിയാൽ മതി. രാഷ്ട്രീയം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചിലർ എല്ലായിടത്തും രാഷ്ട്രീയം കാണുന്നു എന്നൊക്കെയാണ് തനിക്ക് നേരെ വന്ന വിമർശനത്തോട് MLA പ്രതികരിച്ചത്. അതേസമയം സമരക്കാർ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും പോലീസിന് എന്തെങ്കിലും പരാതി ലഭിച്ചാൽ അന്വേഷണം നടത്തുമെന്നും ജയ്പൂർ പോലീസ് കമ്മീഷണർ ബിജു ജോർജ് ജോസഫ് പറഞ്ഞു. സംഭവത്തിൽ ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും കമ്മീഷണർ പറഞ്ഞു. നേരത്തെ കർണാടകയിൽ BJP അധികാരത്തിലിരുന്നപ്പോൾ കർണാടകയിലെ സ്കൂളുകളിൽ സർക്കാർ ഹിജാബ് നിരോധിച്ചതിനെ ഹിന്ദുത്വ ഗ്രൂപ്പുകൾ പിന്തുണച്ചിരുന്നു. പിന്നീട് കോൺഗ്രസ് അധികാരത്തിലെത്തിയതോടെ നിരോധനം പിൻവലിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. രാജസ്ഥാനിൽ ഹിജാബ് നിരോധനം ഏർപ്പെടുത്തുന്നതിന് മുന്നോടിയായാണോ ബാൽമുകുന്ദ് MLAയുടെ പ്രസ്താവന വന്നത് എന്നാണ് ഇനി അറിയാനുള്ളത്.